السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. बदकिस्मत रहे आवाज़े हक से बेखबर, गाफिल अपने फल की शीरनी से होता है शजर. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, സ്നേഹസവർണരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഉറക്കമുണർന്നത് മുതൽ ഈ നിമിഷം വരെ എത്രയെത്ര വാർത്തകളാണ്, എത്രയെത്ര അഭിപ്രായങ്ങളാണ് നമ്മളുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും കടന്നുപോയത്. എന്നാൽ അതിൽ എത്ര എണ്ണമുണ്ട് സത്യം, എത്ര എണ്ണമുണ്ട് നമ്മെ വഴിതെറ്റിക്കാനായി കെട്ടിച്ചമച്ചവ. ഇത്തരം ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനം രൂപപ്പെടുന്നത്. തകർന്നടിയുന്ന മാധ്യമധർമ്മം. പ്രിയമുള്ളവരെ, മാധ്യമധർമ്മം വളരെയധികം നിഷ്ക്രിയമായി തുടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ ഭാരതം വികസിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കേവലം വാർത്താവിനിമയത്തിനുള്ള ഉപാധി മാത്രമല്ല, മറിച്ച് ബഹുസ്വരതയുടെ അവിസ്മരണീയമായ പാഠങ്ങൾ വിളിച്ചോതുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യബിന്ദു കൂടിയാണത്. മാധ്യമം വരച്ചു കാട്ടുന്ന രീതിശാസ്ത്രത്തിലൂടെയാണ് രാജ്യത്തെ പൊതുജനങ്ങളിൽ അതിന്റെ സാമൂഹിക ഘടന ഫലപ്രദമാകുന്നത്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് മതേതരത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഈ ഇന്ത്യ രാജ്യത്ത് ചില തൽപര കക്ഷികൾ അതിന്റെ ചരിത്രത്തിന്റെ പൊടിപിടിച്ച അധ്യായങ്ങളിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കേട്ടാൽ നിറച്ചു തുപ്പേണ്ട സംഘപരിവാറൻ ആശയങ്ങളെ സത്യമെന്ത് മിഥ്യയെന്ത് എന്ന ലെവലേശം പരിശോധിക്കാതെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ വാലാട്ടിയായി, അവരുടെ എച്ചിൽ ഭോജിക്കുന്ന പ്രമോട്ടറായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർ അവരുടെ മാധ്യമധർമ്മം മനോഹരമായി നിർവഹിക്കുന്നു. നേപ്പാളിൽ എന്താണ് സംഭവിച്ചത്? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല ആ യുവതലമുറയുടെ പ്രക്ഷോഭം. നേപ്പാളിലെ ജൻസി എന്ന വൻമരത്തിന് പ്രതികരണത്തിന്റെ ഫലം കായ്പിച്ചത് ശർമ്മ ഒലിയുടെ പാവക്കൂത്ത് മാധ്യമങ്ങളായിരുന്നില്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ പൾസറിയുന്ന ഒരു പറ്റം യൂട്യൂബർമാരുടെ കമന്റ് ബോക്സുകളായിരുന്നു. പ്രിയമുള്ളവരെ, നേപ്പാൾ നമുക്ക് പകർന്നു തരുന്നത് ചെറിയൊരു പാഠമല്ല. ഇന്ത്യ ടുഡേയും NDTVയും പരതേണ്ട സമയത്ത് ഗൗറാട്ടിയെ പോലുള്ള യൂട്യൂബർമാരെ സത്യമറിയാനായി നാം സമീപിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എവിടെ പോയി മാധ്യമധർമ്മം? മുതൽ മുടക്കി മാധ്യമ സ്വാതന്ത്ര്യത്തെ പോക്കറ്റിലാക്കിയ രാഷ്ട്രീയ പാർട്ടികളാണോ, അതല്ല ഇത്തരം പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന വൻകിട മാധ്യമങ്ങളാണോ വിമർശിക്കപ്പെടേണ്ടത്? തിരിച്ചു പിടിക്കണം മാധ്യമധർമ്മം. ചോദിക്കേണ്ടവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം എന്താണ് സത്യമെന്ന്. കാരണം മാധ്യമം ജനിപ്പിക്കുന്നത് പ്രതികരണ ശേഷിയുള്ളൊരു തലമുറയെയാണ്. ആ തലമുറയിൽ നിന്നാണ് ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ ഭാരതം വികസിക്കുന്നത്. ഇഖ്ബാലിന്റെ വരികൾ എത്ര മനോഹരം! ബദ്കിസ്മത് രഹേ ആവാസേ ഹക്ക് സേ ബേഖബർ, ആഫിൽ അപ്നെ ഫൽ കി ഷീർനി സേ ഹോതാ ഹേ ഷജർ. കളങ്കപ്പെടാതിരിക്കട്ടെ നമ്മുടെ മാധ്യമധർമ്മം. നല്ല നാളേക്ക് വേണ്ടി, നല്ല ഉഷസ്സിന് വേണ്ടി നമുക്ക് ആശിക്കാം. ജയ് ഹിന്ദ് വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.